ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം സാറയിൽ പോയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനൊരു ഡ്രസ്സ് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയത്. എനിക്കൊരു ഗൗണ് വേണമെന്നായിരുന്നു ഞാൻ അവരുടെ അടുത്ത് ആദ്യം പറഞ്ഞത്. അപ്പോൾ അവരെൻ്റെ അടുത്ത് ഒരുപാട് സജഷൻസ് പറഞ്ഞു, എങ്ങനെയാണത് വേണ്ടത്, ഏത് കളറാണ്, ഏത് മെറ്റീരിയൽ വേണം, ഏത് ഡിസൈൻ വേണം എന്നൊക്കെ കൂടുതലായിട്ട് അവർ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സ്, നമ്മൾ ഇഷ്ടപ്പെടുന്ന, നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ അവരത് നമുക്ക് ഡിസൈൻ ചെയ്ത് തരും എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എന്നിട്ട് അവർ ഓരോ മെറ്റീരിയൽസും എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. എന്നിട്ട് അതിൻ്റെ ക്വാളിറ്റീസും അത് എങ്ങനെ ഡിസൈൻ ചെയ്യണം, എങ്ങനെ നിനക്കതെങ്ങനെ ഡിസൈൻ ചെയ്താൽ നിനക്ക് എങ്ങനെ അത് കംഫർട്ട് ആവും, അല്ലെങ്കിൽ നിനക്ക് ഏത് കളറായിരിക്കും കുറച്ചുകൂടെ കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഏത് കളറായിരിക്കും കുറച്ചുകൂടെ മാച്ച് ആയിട്ടുള്ളത് എന്നുള്ളതൊക്കെ എടുത്ത് പറഞ്ഞു തന്നു. ഓരോ മെറ്റീരിയലും ഞാൻ ജസ്റ്റ് എടുത്ത് നോക്കി അവരെനിക്ക് വെച്ച് തന്ന് മിററിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ എനിക്ക് ഇത് കുറച്ചും കൂടെ നന്നായിരിക്കും, ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിരിക്കും. അവർ ഓരോ മോഡൽസ് എനിക്ക് എടുത്ത് കാണിച്ചു തന്നു. പിന്നെ ഇപ്പോൾ ട്രെൻഡായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഗൗൺസുകൾ, അത് കുറച്ച് ഷോർട്ടായിട്ടുള്ള കുറച്ച് ഗൗൺസ് ഉണ്ടായിരുന്നു. ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഒരു കസ്റ്റമർ വന്നിട്ട് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോയ ഗൗൺസൊക്കെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കൂടുതൽ ഇഷ്ടമായി. ആ ഗൗണിൽ തന്നെ ചെറിയ കളർ ചേഞ്ച് വരുത്തിയാൽ എനിക്ക് കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നി. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് കണ്ട് ചെയ്തു തന്നപ്പോൾ എനിക്ക് കൂടുതൽ സാറുമായിട്ട് ഒരു ആത്മബന്ധം ഉണ്ടായി. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ കൂടുതലായിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർ ഒരുപാട് ശ്രമിക്കുന്നുണ്ട് കസ്റ്റമറുമായിട്ട്. അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന രീതി, അതുപോലെ അവരുടെ കസ്റ്റമൈസേഷൻ, ചുരുങ്ങിയ ദിവസം കൊണ്ട് നമ്മൾ ആഗ്രഹിച്ച ഡ്രസ്സ് നമ്മുടെ കൈകളിൽ എത്തുകയാണ്. ഇതൊക്കെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഓരോ ബ്രാൻഡും വ്യത്യസ്തമാവുന്നത്, ഓരോ ബ്രാൻഡും മറ്റുള്ള ടെക്സ്റ്റൈൽസുകളിൽ നിന്നും മാറി ഇത്രയും പോപ്പുലറായി മാറുന്നത് എന്നുള്ളത് പിന്നെ ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു കസ്റ്റമറുടെ സംതൃപ്തിയാണ് ഓരോ ബ്രാൻഡിൻ്റെയും മുമ്പോട്ടുള്ള പോക്ക് നിശ്ചയിക്കുന്നത്. എനിക്ക് അങ്ങനെ പേഴ്സണലി തോന്നിയതാണ്. സാറയിൽ പോയതിന് ശേഷമാണ് എനിക്കിത് തോന്നിയത്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ടെക്സ്റ്റൈൽസുകളും മറ്റു ഷോപ്പുകളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അവർ കൂടുതലായിട്ട് അഡ്വർടൈസ്മെൻറ്റ്സിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അവർ അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് കസ്റ്റമേഴ്സിനെ അവരുടെ കമ്പനിയിലേക്ക് വിളിച്ചു വരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് സാറ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അഡ്വർടൈസ്മെൻറ്റിന് ഒരു മുൻഗണന കൊടുക്കാതെ അഡ്വർടൈസ്മെൻറ്റ് കുറവാണ് അവർ ചെയ്യുന്നത്. പക്ഷേ കസ്റ്റമേഴ്സിനെ തൃപ്തിപ്പെടുത്തുന്നതിലൂടെയാണ് അവർക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുന്നത് എന്ന് എനിക്ക് പേഴ്സണലി അവിടെ പോയത് കൊണ്ട് മനസ്സിലായതാണ്. ശരിക്കും പറഞ്ഞാൽ പരസ്യങ്ങളിലൂടെ നമ്മളെ ഓരോ പ്രകോപനങ്ങൾ പറഞ്ഞ് നമ്മളെ അങ്ങോട്ട് കീഴടക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് എനിക്ക് തോന്നിയത്, ആ ഒരു കാര്യത്തെ നമ്മൾ അനുഭവിച്ച് ചെല്ലുമ്പോൾ നമ്മളും അത് ബാക്കിയുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഡ്രസ്സ് കിട്ടും, അവിടെ കുറച്ചും കൂടെ നന്നായിരിക്കുമെന്ന് നമ്മൾ പേഴ്സണലി പറയും. മറ്റേതെന്ന് പറയുമ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് കണ്ടിട്ട് മാത്രം ചെല്ലുന്നതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് സാറ് എന്നും മാറി നിൽക്കുന്നതിൽ വളരെ സന്തോഷം തോന്നുന്നുണ്ട്. എന്നെപ്പോലെ തന്നെ നിങ്ങൾക്കും പല അനുഭവങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു സാറയുമായിട്ട്. ഇത്രയും കാര്യം ഞാൻ എടുത്തു പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, പരസ്യത്തിൽ നിന്നും വ്യത്യസ്തമായി കസ്റ്റമറുടെ അനുഭവങ്ങളിലൂടെയാണ് ഈ സാറ വളർന്നു വരുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ് സാറേനെ ഇത്രയും വലിയൊരു ബ്രാൻഡാക്കി മാറ്റിയത്. അതുകൂടാതെ തന്നെ ഹൈ പ്രൈസ് ആയതുകൊണ്ട് നമുക്ക് സാധാരണ ജനങ്ങളൊന്നും അധികം നമ്മൾ സാറിൻ്റെ അടുത്തേക്ക് പോവാറില്ല. നമ്മൾ ഏറ്റവും ലോക്കലായിട്ടുള്ള കുറച്ച് നമ്മുടെ ഒരു സാമ്പത്തിക ശേഷി അനുസരിച്ച് മാത്രമേ അത് പ്രിഫർ ചെയ്യാറുള്ളൂ. പക്ഷേ അതിൻ്റെ ബ്രാൻഡും അതുപോലെ അതിൻ്റെ പ്രൈസും അതുപോലെ ക്വാളിറ്റി നല്ലതാണ്. ക്വാളിറ്റി നല്ലതായതുകൊണ്ട് തന്നെ പ്രൈസ് നല്ല കൂടുതലാണ്. അതുകൊണ്ട് സാധാരണക്കാർ ആ ഒരു ഭാഗത്തേക്ക് പോവില്ലെങ്കിലും, പക്ഷെ നമുക്ക് നല്ലൊരു ഫംഗ്ഷൻ ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ സാറിന് പ്രിഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പ്രീമിയം കസ്റ്റമേഴ്സ് മാത്രമാണ് സാറേനെ സജസ്റ്റ് ചെയ്യാറുള്ളൂ. വേറൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് വെച്ചാൽ, അവർ കൊണ്ടുവരുന്ന ബ്രാൻഡുകളൊക്കെ എക്സ്ക്ലൂസീവ് ആയിരിക്കും. ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകൾ ഏറ്റവും ആദ്യം കൊണ്ടുവരുന്നത് സാറയാണെന്നത് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെയാണ്.